ഐക്യു എന്ന ബ്രാൻഡിൻ്റെ ഐക്യു Z10R 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 19,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z10R 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അമുലഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 4 ഭാഗത്തും കർവേച്ചറൊക്കെ വരുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന കർവ്ഡ് ഡിസ്പ്ലേ ഫോണുകളിൽ 2 സൈഡിൽ മാത്രമാണ് കർവേച്ചർ വരാറ്. പക്ഷേ ഇതിൽ 4 ഭാഗത്തും ചെറിയ കർവേച്ചർ വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കർവ്ഡ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ 2160 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 nits ആണ്. പിന്നെ സ്ക്വാഡ് സെൻസേഷൻ ആൽഫ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. 20,000 രൂപയ്ക്ക് താഴെ തന്നെ നമുക്ക് കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 183.5 ഗ്രാമാണ്. തിക്നെസ് 7.3 mm വരുന്നുള്ളൂ. പിന്നെ IP68-69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. MIL STD 810H സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ അക്വാമറൈൻ അതുപോലെ തന്നെ മൂൺ സ്റ്റോൺ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ വരുന്നു എന്ന് വിചാരിച്ചിട്ട് പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 8ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗ്രാഫൈറ്റ് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഫോൺ പെട്ടെന്ന് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 13,690 mm² ആണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണി IMX882 സെൻസറാണ്. OSൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു മെയിൻ ക്യാമറ സെൻസറൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ആണ്. രണ്ടാമത് 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 32 MP f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ആണ്. OS ഒക്കെ ഉള്ളത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 19,499 രൂപയാണ്. 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 21,499 രൂപയാണ്. 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 23,499 രൂപയാണ്.
പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. HDFCയുടെ അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ജൂലൈ 29 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇത് എന്ന് പറയാവുന്നതാണ്. വലിയ കോംപ്രമൈസുകളൊന്നുമില്ല. അപ്പം പറയാനുള്ളൊരു കാര്യം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഭയങ്കര വലിയ കോംപ്രമൈസുകളൊന്നുമില്ല. അപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് പ്രോസസ്സർ മോശമാക്കിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറൊക്കെ നല്ല സെൻസേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കോഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.